മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിലെ വീട്ടിലെത്തി ഗൗരിയമ്മയെ സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കാനാണ് ഗൗരിയമ്മയെ കണ്ടത്. ഇതിനുശേഷം പിണറായി മന്ത്രിമാരും പുന്നപ്ര വയലാർ രക്തസാക്ഷി കുടീരത്തിലും വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തും. ഷാജഹാൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളുമായി. ഷാജി, ആലപ്പുഴയിൽ ഗൗരിയമ്മയുടെ വീട്ടിലെത്തി നിയുക്ത മുഖ്യമന്ത്രി നാളത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ഗൗരിയമ്മയെ ക്ഷണിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇന്ന് പിണറായി വിജയന്റെ ജന്മദിനമായി ഇന്ന് അദ്ദേഹം കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സൗമ്യ, KR ഗൗരിയമ്മയുടെ വസതിയിൽ പിണറായി വിജയൻ ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചഭക്ഷണം KR ഗൗരിയമ്മ പിണറായി വിജയന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെയാണ് ഒരുക്കിയിരുന്നത്. പിണറായി വിജയൻ ഇന്ന് ഉച്ചയോടുകൂടി ആലപ്പുഴ DC എത്തുമെന്നും അത് കഴിഞ്ഞ് ഗൗരിയമ്മയെ കാണാൻ എത്തുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ ഡോക്ടർ തോമസ് ഐസക്, G സുധാകരൻ അടക്കമുള്ള മറ്റു ചില മന്ത്രിമാരും പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നു. അവർ എല്ലാവരും കൂടി ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുകയാണ്. ഇതിനുശേഷം മാധ്യമങ്ങളെ പിണറായി വിജയൻ കാണും. എന്തായാലും ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ആലപ്പുഴ DC-യിൽ പിണറായി വിജയനും മറ്റു മന്ത്രിമാരും എത്തിയത്. പ്രധാനമായിട്ടും പുന്നപ്ര വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലും അതിനുശേഷം വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. ഇതിനുവേണ്ടിയാണ് പ്രധാനമായിട്ടും മന്ത്രിമാരും മറ്റും ഇന്ന് ആലപ്പുഴയിൽ തമ്പടിച്ചത്. ഓരോ വർഷവും LDF അധികാരത്തിൽ വരുമ്പോൾ പുന്നപ്രയിലും അതോടൊപ്പം തന്നെ വയലാറിലും പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും അധികാരത്തിന് വേണ്ടിയിട്ട് ഇവർ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നെത്തിയത്. അതോടൊപ്പം തന്നെ KR ഗൗരിയമ്മയെ നേരിട്ട് കാണാനും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഗൗരിയമ്മയുടെ വസതിയിൽ ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടി എത്തിയത്. അതിനുശേഷം ഗൗരിയമ്മ പിണറായി വിജയന്റെ ജന്മദിനം നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ട് കേക്ക് വാങ്ങിക്കുകയും കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായിട്ട് മന്ത്രിമാരും മറ്റുള്ളവരും അകത്തിരിക്കുന്നത്. മാധ്യമങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തികച്ചും എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള ഗൗരിയമ്മയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും പിണറായി വിജയനും അടക്കമുള്ളവർ മാത്രമാണ് ഇപ്പോൾ ഉച്ചഭക്ഷണത്തിലകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം പിണറായി വിജയൻ നേരെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോകും. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കുക. അതിനുശേഷം വലിയ ചുടുകാട് നിന്നും നേരെ ചേർത്തല വയലാറിലുള്ള വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലെത്തി അവിടെയും പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. ഒരുപക്ഷെ ഷാജഹാൻ, കേരള ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ഭാഗമായി നിൽക്കുന്ന ഗൗരിയമ്മയെ കാണുകയാണ് പിണറായി ചെയ്തിരിക്കുന്നത്. നാളെ മുഖ്യമന്ത്രിയായി അധികാരം ഏൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കൂടിക്കാഴ്ചയുടെയൊക്കെ ഒരു പ്രസക്തി, പ്രാധാന്യമൊക്കെ എത്രത്തോളമുണ്ട്? തീർച്ചയായിട്ടും CPM-നോടൊപ്പം നിന്നപ്പോഴും അതിനുശേഷം UDF-നോടൊപ്പം നിന്നപ്പോഴും ഏറ്റവും അധികം തവണ മന്ത്രിസഭയിലെത്തിയ വ്യക്തി അതിനുപരിയായി ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഏറ്റവും അധികം കൂടുതൽ വർഷം മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് തങ്ങളുടെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള KR ഗൗരിയമ്മയെ കാണുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ ഇവിടെ എത്തിയത്. നേരത്തെ CPM-ലായിരുന്നപ്പോഴും ഒക്കെ തന്നെ പിണറായി വിജയനും ഒക്കെയായിട്ട് വളരെ ആത്മബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് KR ഗൗരിയമ്മ. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഗൗരിയമ്മയെ നേരിട്ട് കാണുന്നതിനും ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നതിനും വേണ്ടി എത്തിയത്. മറ്റ് എന്ത് പരിപാടികൾക്ക് ആലപ്പുഴയിൽ പിണറായി വിജയൻ എത്തിയാലും നേരത്തെ മുതൽ തന്നെ KR ഗൗരിയമ്മയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടേ അദ്ദേഹം മടങ്ങുകയുള്ളൂ. ഇത്തരത്തിൽ CPM-ന്റെ പ്രമുഖ നേതാക്കൾ ആരൊക്കെ തന്നെ ആലപ്പുഴയിൽ വന്നാലും ഗൗരിയമ്മയുടെ ചാത്തനാട് വസതിയിലെത്തുക സ്വാഭാവികമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് ഗൗരിയമ്മയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് CPM-നും അതുപോലെ മറ്റ് പാർട്ടി പ്രവർത്തകർക്കും. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പിണറായി വിജയനും അതോടൊപ്പം മറ്റു മന്ത്രിമാരും സന്തോഷം പങ്കുവെക്കുന്നതിനും ഗൗരിയമ്മയെ
സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നതിനുമായിട്ട് ചാത്തനാട് വസതിയിലെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഷാജഹാൻ, വിപ്ലവത്തിന്റെ മണ്ണാണ് ആലപ്പുഴ. ഇന്നിപ്പോൾ വയലാറിലടക്കം എത്തി അവിടെ പുഷ്പാർച്ചന നടത്തിയാണ് നാളത്തെ സത്യപ്രതിജ്ഞയ്ക്കുള്ള തയ്യാറെടുപ്പുകളിലേക്ക് വിനിയുക്ത മുഖ്യമന്ത്രി അടക്കം കടക്കുക. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഇടതുപക്ഷത്തിന് കേരളം നൽകിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആലപ്പുഴയിൽ നിയുക്ത മുഖ്യമന്ത്രി അടക്കം എത്തുന്നത്. ഇതൊക്കെ കൂടി ചേർത്ത് വായിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിലെ മറ്റ് ജില്ലകളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് വ്യക്തമായ സ്വാധീനമുണ്ട് എങ്കിൽ പോലും ഇടതുപക്ഷത്തിന് സ്വാധീനമില്ലാത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ അത്തരം ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഇടതുപക്ഷത്തിന് വ്യക്തമായ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ 9 സീറ്റുകളിൽ 8 സീറ്റും പിടിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല മാത്രമാണ് വിജയിച്ചത്. അത്തരത്തിൽ ശക്തമായ ഇടതുപക്ഷത്തെ നേരിട്ട് കാണുന്നതിനും ജെഡിഎമ്മയോടൊപ്പം സന്തോഷം പങ്കുവെക്കുന്നതിനുമായിട്ടാണ് പിണറായി വിജയൻ ആലപ്പുഴ എത്തിയത്. പിണറായി വിജയൻ ആലപ്പുഴ DC-യിലെത്തിയതിനു ശേഷം ഉച്ചഭക്ഷണം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരുക്കിയിരുന്നെങ്കിൽ പോലും ഗൗരിയമ്മയുടെ ക്ഷണമനുസരിച്ച് നേരെ ഗൗരിയമ്മയുടെ വസതിയിലേക്കാണ് എത്തിയത്. 100 കണക്കിന് പ്രവർത്തകരും മറ്റും ഇപ്പോൾ തന്നെ ആലപ്പുഴ DC-യിലും പരിസരത്തുമായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിയുക്ത മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ മുഖ്യമന്ത്രിക്ക് പുഷ്പാർച്ചന വലിച്ചുരുകാട്ട് നടക്കുന്നത് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അല്പസമയത്തിന് ശേഷം ആലപ്പുഴ നഗരത്തിലൂടെ പ്രകടനമായിട്ടൊക്കെ ആയിരിക്കും പ്രവർത്തകർ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തുക. തങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ തങ്ങളുടെ നേതാവിനെ അധികാരത്തിൽ എത്തിക്കുന്നതിന് മുൻപായിട്ടുള്ള പിന്തുണ അറിയിക്കുന്നതിന് കൂടി 100 കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ ആലപ്പുഴ നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സൗമ്യ, ഷാജി, പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ വലിയ സമരങ്ങളിലായാലും അല്ലെങ്കിൽ വലിയ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ആലപ്പുഴ ഒന്നാകെ ചുവക്കും. ഒരുപക്ഷെ ഇപ്പോൾ ഈ നിയുക്ത മുഖ്യമന്ത്രിയുടെ സന്ദർശനമൊക്കെ ആലപ്പുഴയ്ക്ക് നൽകുന്ന ഒരു ആവേശം എങ്ങനെയാണ്? അവിടെ നിന്നുള്ള ജനങ്ങളുടെ അവരുടെ ഒരു ആവേശമൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും സൗമ്യ, ആലപ്പുഴയിൽ നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും കാർഷിക മേഖലയിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയും ഒക്കെ തന്നെ വളരെയധികം പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം സാധാരണക്കാരും അല്ലെങ്കിൽ പരമ്പരാഗത തൊഴിലാളികളൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. കഴിഞ്ഞ ഭരണത്തിന്റെ കീഴിൽ ഇവർ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും മറ്റും നമ്മൾ കണ്ടതാണ്. ഇവർക്ക് കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതോടൊപ്പം തന്നെ നെൽകർഷകർക്ക് ലഭിക്കേണ്ട തുക കൂടുതൽ ഇത്തരത്തിൽ നിരവധി പരാതികൾ നിൽക്കുന്നു. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് നടന്ന ശക്തമായ മഴയിൽ തീരദേശ മേഖലയിൽ വളരെ വ്യാപകമായിട്ട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇത്തരത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇടത് സർക്കാരിനെ അധികാരത്തിലേറ്റിരിക്കുന്നത്. അല്ല, അതിനുവേണ്ടി ഒരു പൂർണ്ണ പിന്തുണ ആലപ്പുഴ ജില്ലയിൽ നൽകിയിരിക്കുന്നത്. അവർക്ക് അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപായിട്ടുള്ള തങ്ങളുടെ പിന്തുണ കൂടി അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകരും മറ്റും സാധാരണക്കാരായ ജനങ്ങളും ഒക്കെ തന്നെ പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ വലിയ ഇപ്പോൾ ഗൗരിയമ്മയുടെ വസതിയിലാണെങ്കിൽ തന്നെയും ഇവിടെ 100 കണക്കിന് പ്രവർത്തകരാണ് തങ്ങളുടെ നേതാക്കളെ കണ്ട് നേരിട്ട് അഭിവാദ്യം അർപ്പിക്കുന്നതിനായി എത്തിയിരിക്കുന്നത്. ഷാജിയിലേക്ക് തന്നെ തിരികെ എത്താം. സത്യപ്രതിജ്ഞക്ക് ഗൗരിയമ്മേനെ ക്ഷണിക്കാനാണ് വന്നത്. അപ്പോൾ അത് ഗൗരിയമ്മേനെ മാത്രമല്ല, നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാനാണ് വന്നത്. അപ്പോൾ എല്ലാവരും നാളെ എത്താൻ കഴിയുന്നവരെല്ലാം അവിടെ എത്തിച്ചേരുക. പരിമിതമായ സൗകര്യമുള്ളൂ. രാവിലെ ഞാൻ പറഞ്ഞിരുന്നു, ആ സൗകര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് കാര്യങ്ങൾ സ്വയമേവ നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കണം എല്ലാവരും. ഗൗരിയമ്മയ്ക്ക് അങ്ങനെ ഒരു കാലത്തും പരിഭവം ഉണ്ടായിട്ടില്ല. അതിനെ വേണ്ടാത്ത വർത്തമാനമൊന്നും പറയണ്ട. ഗൗരിയമ്മ എപ്പോഴും സഹകരിച്ച് നിൽക്കുകയായിരുന്നു. നല്ല സ്വീകരണമല്ലേ ലഭിച്ചത്? കർക്കശക്കാരനായ മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറിയിൽ നിന്നും സൗമ്യനായ മുഖ്യമന്ത്രിയാണോ? നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. അല്ല, CPI-CPIM മന്ത്രിമാരാണ്. പുന്നപ്ര വയലാറിൻ്റെ അനന്തരാവകാശികളായിട്ടുള്ളവർ അവരെല്ലാം എത്തും. സാധാരണയല്ല, എല്ലാ കാര്യത്തിലും ഉണ്ടായില്ല. സീറ്റ് വിഭജന കാലത്ത് JSSനെ പരിഗണിച്ചില്ല. ഭരണം കിട്ടുമ്പോൾ JSSനെ മറ്റേതെങ്കിലും മേഖലയിൽ പരിഗണിക്കും? അല്ല, ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ്, ഒന്നിച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഒന്നിച്ചാണ് ആലോചിക്കുക. അതിനെപ്പറ്റി നിങ്ങൾ ഒരു വിഷമവും വിചാരിക്കണ്ട. ശരി. ഗൗരിയമ്മയുടെ വസതിയിൽ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ മാധ്യമങ്ങളോട്. ഷാജഹാൻ ചേരുന്നുണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി. ഷാജി,
സൗമ്യ, നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൗരിയമ്മയുടെ വസതിയിൽ നിന്നും ഉച്ചഭക്ഷണത്തിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ഇനി നേരെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് പോണത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയോടുകൂടിയാണ് അദ്ദേഹം മടങ്ങിയത്. ഗൗരിയമ്മയുമായിട്ട് അത്തരത്തിൽ യാതൊരു പരിഭവവും ഇല്ല, ഇന്നുമില്ല, പഴയ കാലത്തുമില്ല. നല്ലൊരു സൗഹൃദമാണ് ഗൗരിയമ്മയുമായിട്ടുള്ളത്. നല്ല ഒരു ഭരണം കാഴ്ചവെക്കാനാണ് താൻ ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ മാധ്യമങ്ങൾ സാധാരണഗതിയിൽ സ്വന്തമായ ഭാഷയിൽ തന്റെ മറുപടിയിൽ ഒതുക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോയിരിക്കുന്നത്. ഇനി വൈകിട്ട് 4 മണിയോടുകൂടിയായിരിക്കും വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കുക. ഈ പുഷ്പാർച്ചനയിൽ CPM-ന്റെയും CPI-യുടെയും നിയുക്ത മന്ത്രിമാരും അതോടൊപ്പം തന്നെ ജില്ലയിലെ MLA-മാരും ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കുക. അതിനുശേഷം വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ തയ്യാറാക്കിയ പ്രത്യേക മണ്ഡപത്തിൽ പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. ഈ പൊതുസമ്മേളനത്തിന് ശേഷമായിരിക്കും പിണറായി വിജയൻ നാളെ വൈകിട്ടോടുകൂടി തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. പിണറായി ആലപ്പുഴയിൽ ഗൗരിയമ്മയുടെ വസതിയിലെത്തി ഗൗരിയമ്മയെ നാളത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. അതോടൊപ്പം തന്നെ ഉച്ചഭക്ഷണം അവിടെ നിന്ന് കഴിച്ച ശേഷമാണ് പിണറായി വിജയൻ തിരികെ മടങ്ങിയത്. മറ്റു വാർത്തകളിലേക്ക്. മുഴുവൻ ജനങ്ങളുടെയും സർക്കാരായി LDF സർക്കാർ പ്രവർത്തിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സർക്കാരിന് ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാവില്ലെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ജനങ്ങളുടെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന സർക്കാരായിരിക്കും LDF-ന്റേതെന്നും പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് പിറന്നാൾ മധുരം വിളമ്പിയാണ് പിണറായി വാർത്താസമ്മേളനം ആരംഭിച്ചത്. മെയ് 24-നാണ് തന്റെ പിറന്നാളെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നിറഞ്ഞ സന്തോഷത്തോടെയായിരുന്നു സംസ്ഥാനത്തെ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ AKG സെന്ററിൽ വാർത്താസമ്മേളനം നടത്തിയത്. സന്തോഷത്തിന്റെ സസ്പെൻസ് മാധ്യമങ്ങൾക്ക് പോലും അറിയില്ലല്ലോ എന്ന ചോദ്യം ഉന്നയിച്ച ഒടുവിൽ പിണറായി തന്നെ അത് പൊളിച്ചു. ഇന്നാണ് എൻ്റെ പിറന്നാൾ. അത് ഇതേവരെ രഹസ്യമായിട്ട് വെച്ചതാണ്. പലരും എന്നോട് ചോദിച്ചിരുന്നു എപ്പോഴാണ് യഥാർത്ഥ പിറന്നാൾ. ഔദ്യോഗിക രേഖയനുസരിച്ച് 21/3/44. എന്നാൽ യഥാർത്ഥത്തിൽ 1120 ഇടവം 10-നാണ് ജനനം. അതായത് 45 മെയ് 24. മധുര വിതരണത്തിന് ശേഷം പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചുള്ള നിലപാട് വിശദീകരിച്ചു. മുഴുവൻ പൗരജനങ്ങൾക്കും അവകാശപ്പെട്ട അവരുടെ ആകെ സർക്കാരായിരിക്കും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സർക്കാർ. അവരുടെ ആകെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തിയാവും നാളെ അധികാരത്തിലെത്തുന്ന സർക്കാർ പ്രവർത്തിക്കുക. ഒരു കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തതയുണ്ടാവും. ജാതി മത വ്യത്യാസമുണ്ടാകില്ല, കക്ഷി രാഷ്ട്രീയ വ്യത്യാസവും ഉണ്ടാവില്ല. കേരളത്തിൻ്റേതായ ഒരു സർക്കാരായിരിക്കും നാളെ അധികാരമേൽക്കുന്ന സർക്കാർ. ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനമാണ് ഈ സർക്കാരിന് ആവശ്യമെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇങ്ങനെ ഒരു അഭ്യർത്ഥനയും നടത്തി. നന്മയുടെ, നീതിയുടെ, സമൃദ്ധിയുടെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പുരോഗതിയുടെ ഒരു കാലം ഇവിടെ ഉണ്ടാവണം. അതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം എന്നാണ് കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരുടെയും സ്നേഹസഹകരണം ഉണ്ടാകണം. വോട്ട് രേഖപ്പെടുത്തി ഈ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ അഹോരാത്രം പ്രവർത്തിച്ചവർക്ക് നിയുക്ത മുഖ്യമന്ത്രി നന്ദിയും രേഖപ്പെടുത്തി. തന്റെ പേര് പറഞ്ഞ് അഴിമതി നടത്താനായി രംഗത്തെത്തുന്നവർക്ക് പിണറായി വിജയന്റെ വക താക്കീത് ഇത്തരത്തിലായിരുന്നു. ഇപ്പം ഞാൻ നാളെ മുഖ്യമന്ത്രിയാകുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ആളാണെന്നും പറഞ്ഞ് ചിലർ രംഗപ്രവേശം ചെയ്താൽ അതും ഒരു അഴിമതിയുടെ രീതിയാണ്. ചില പുള്ളിക്കാരങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസായിട്ട് പറയുന്നത്. ആ നടക്കുന്നവർക്കും എൻ്റെ രീതി അറിയില്ലായിരിക്കും, ചെന്ന് ബന്ധപ്പെടുന്നവർക്കും ചിലപ്പോൾ അറിയാൻ വഴിയില്ലായിരിക്കും. ഇമാതിരി കുറേ അവതാരങ്ങളുണ്ടാവും. അത്തരം അവതാരങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. NCP-യിൽ നിന്ന് AK ശശീന്ദ്രൻ മന്ത്രിയാകുമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. എലത്തൂരിൽ നിന്നുള്ള MLA ആണ് AK ശശീന്ദ്രൻ. ഏതു വകുപ്പും സ്വീകാര്യമാണെന്നും ഉഴവൂർ വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. AK ശശീന്ദ്രനായിരിക്കും LDF മന്ത്രിസഭയിലെ NCP-യുടെ പ്രതിനിധി. വകുപ്പ് ജനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നാളെയാണ് അതിൻ്റെ ചർച്ച. ചില കാര്യങ്ങളിൽ ഇപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുണ്ടല്ലോ, കൃഷി, ജലസേചനം, അങ്ങനെയൊക്കെയുള്ള വരുന്നത്.
എന്ന് വിചാരിച്ച് ഞങ്ങൾ ചോദിക്കുന്ന വകുപ്പ് കിട്ടിയില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇടയുന്നു എന്ന വാർത്ത നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല. ജനപക്ഷ വികസനം നടപ്പിലാക്കുകയാണ് തന്റെ പ്രഥമ അജണ്ടയെന്ന നിയുക്ത മന്ത്രി എ കെ ശശീന്ദ്രൻ പീപ്പിൾ ടിവിയോട്. സാധാരണക്കാരുടെ ഉന്നമനമാണ് തന്റെ കണ്ണിലെ വികസനമെന്നും ശശീന്ദ്രൻ പറഞ്ഞു. അപ്പോൾ LDF ശ്രദ്ധിക്കേണ്ടത് ഈ ജനപക്ഷ സമീപനം വരും നാളുകളിൽ ജനങ്ങൾക്ക് ബോധ്യമാകും വണ്ണം പ്രാവർത്തികമാക്കണം എന്നതിലാണ്. രണ്ടാമതൊരു കാര്യം വന്നിരിക്കുന്നത് ജനപക്ഷ വികസനം എന്നതാണ് LDF ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ജനപക്ഷ വികസനത്തിൻ്റെ മാതൃക എന്താണ്? അത് സംബന്ധിച്ച് എനിക്കും LDFനും ഒരു കാഴ്ചപ്പാടുണ്ട്. വികസനത്തിൻ്റെ ആദ്യത്തെ ഗുണഭോക്താവ് ആര് എന്നതിൽ നിന്നാണ് വികസനത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ഗ്രാമീണ ജനതയ്ക്ക് തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനം, അതാണ് യഥാർത്ഥ വികസനം. എന്നാൽ അത് മാത്രമാണ് എന്നൊരു വരട്ടുവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ പൗരന് എൻ്റെ കാര്യത്തിൽ ശുഷ്കാന്തിയോടുകൂടി ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന തോന്നൽ ഒരു പൗരനുണ്ടാകുമ്പോൾ അതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെയും ഒരു മുന്നണിയുടെയും വിജയം എന്ന് കരുതുന്നയാളാണ് ഞാൻ.